ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പേട്ട പഞ്ചായത്തിനെ കുറിച്ചാണ്. പടം തുടങ്ങുന്ന തന്നെ ഒരാളുടെ വോയിസ് ഓവർ കേട്ടിട്ടാണ്. ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്കാരങ്ങളും ഒത്തിണങ്ങി അർമാദിച്ചു നിൽക്കുന്ന ഒരു ബൃഹസ്പതി കുന്നാണ്. അല്ല, ഇത് നമ്മുടെ ചിരിയണ്ണനല്ലേ? ചിരിയണ്ണൻ എന്തിനാ ഈ പടത്തില് കാര്യം? അതിനെക്കുറിച്ച് ഞങ്ങൾ ഇലുമിനാറ്റിക്കാർ പറയാറില്ല. ഈ പടത്തിലെ പഞ്ചായത്തുകാരെ കുറിച്ച് പറയണെങ്കിൽ അവരുടെ മെയിൻ പരിപാടി എന്നിട്ടാന്ന് വെച്ചാൽ പഞ്ചായത്തിലുള്ള ആൾക്കാരുടെ കല്യാണം മുടക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം കല്യാണം മുടക്കുന്ന ആൾക്കാർക്ക് അവിടെ അവാർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോ നിങ്ങ ചോദിയത് എന്തെങ്ങനെയെന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ല. ആൾക്കാരുടെ കല്യാണം മുടക്കുന്നതാണ് ഇവരുടെ പണി. പിന്നെ പഞ്ചായത്തിൽ കല്യാണം കഴിക്കാൻ നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അല്ലാതെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ട് വൃദ്ധന്മാരൊക്കെ ഉള്ള എന്താ സംശയം? ഞാൻ തന്നെ പയ്യൻ. എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയുടെ ഇയാളെ കണ്ടിട്ടല്ലോ. പിന്നെ ധ്യാൻ ചേട്ടന്റെ ഏത് പേട്ടപ്പടം എടുത്താലും അതില് സ്റ്റാർ മാജിക്കിൽ ഒരാൾ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ പ്രാവശ്യം ട്രോഫി കിട്ടിയ ആള് സ്വന്തം മോന്റെ കല്യാണം വരെ മുടക്കിയിട്ടാണ് മൂപ്പർക്ക് ട്രോഫി കിട്ടണേ. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. പിന്നെ അവിടെ വെച്ച് ഇവന്മാരൊരു ചലഞ്ച് ചെയ്യും. 6 ദിവസം കൊണ്ട് ഇവന്റെ കല്യാണം നടത്തും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് മുടക്കാൻ പറയും. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ കല്യാണം മുടക്കികളുടെ ആൾക്കാർ ഞങ്ങൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മുടെ ആശാനോടൊന്ന് സംസാരിക്കണമെന്ന് പറയും. ഇവരുടെ ആശാൻ ഒരു ഊമയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും സൈൻ ലാംഗ്വേജ് വെച്ച് ഇയാൾ സംസാരിക്കുന്നു. ഒരിക്കലും അല്ല, മൂപ്പരൊരു വെറൈറ്റിക്ക് വേണ്ടി വളി വിട്ട് സംസാരിക്കും. സാറാ ആൻ്റപ്പൻ്റെ ആരെങ്കിലും ആണോ? അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. പിന്നെ വലിയാശാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് മറ്റവന്മാർ വരെ ക്ലബ്ബിൽ പോകും. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ മാജിക് ലെവലിലുള്ള കോമഡിയാണ്. എന്നിട്ട് അത് വെച്ച് അവൻ മൂത്രം ഒഴിക്കാൻ പോണ സമയത്ത് മേത്ത് മൂത്രം എന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾ എന്താ സ്മെല്ലെന്ന് ചോദിക്കും. ഇതൊക്കെ കോമഡി ആട്ടാ. ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവൂലേ ഭായി? തമാശയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഭായി. പിന്നെ ഇവന്മാരുള്ള സ്ഥലത്തേക്ക് ഇവന്മാരുടെ ഒരു കൂട്ടുകാരൻ വരും. ഇവർ അന്ന് ചലഞ്ച് ചെയ്ത സമയത്ത് ഇവനുണ്ടായില്ലേ. അപ്പൊ ആ കഥയൊക്കെ ഇവനോട് പറയും. അത് കേൾക്കുമ്പോ ഇവനൊരു തമാശ പറയും. ആ കിളവൻ അറിഞ്ഞൂടെ വാശിക്ക് വളി വിട്ട കുണ്ടിക്കാണ് കേടന്ന്. എന്നെ ഇത് എഴുതുന്ന സമയത്ത് വിളിച്ചിട്ട് ഞാൻ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു തന്നേനെ. മുട്ടാൻ നിൽക്കണ്ട, തൂറാൻ മുട്ടും. പിന്നെ നേരത്തെ വന്നവൻ അങ്ങോട്ടൊരു ചേച്ചിയും കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് അപരാധ പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ, നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആരും പൈസ ഇല്ല എന്ന് പറയും. അപ്പൊ അവിടെയുള്ള ഒരുത്തൻ പറയും, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എന്റെ മൂക്കുത്തി നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മൂക്കുത്തി ഊരി കൊടുക്കും. വത്സലയുടെ പിള്ളേർക്ക് ഒരുത്തിയുടെ ഓശാരം വേണ്ട. ഈ സീൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പേട്ടപ്പാട്ട് ഒരു പ്ലേ ചെയ്യും. എന്റെ മോനെ ഏതാ പാട്ടെന്നറിയോ? പിന്നെ മൂക്കുത്തി കൊടുത്ത ആളുടെ മൂക്കിന്റെ തോളടഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് സ്റ്റാർ മാജിക്കിൽ ആള് ഈർക്കിലി കൊടുക്കും. സ്നേഹം കൊണ്ടാ. പിന്നെ അവന്മാരുടെ കൂടെയുള്ള ആള് മറ്റേ ചേച്ചിയുടെ റൂമിക്ക് പോവും. അപ്പൊ മറ്റേ ചേച്ചി അവനൊരു ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടും. ഇപ്പൊ ഏത് പേട്ടപ്പടം എടുത്താലും അതിൽ വുമൺ എംപവർമെന്റ് സീന്. അത് കണ്ട് പറഞ്ഞു മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട പിന്നെ മറ്റേ ചേച്ചി പറയും, എനിക്കൊരു ക്രഷ് ഉണ്ട്, നാളെ എന്റെ കല്യാണം. അപ്പൊ അവിടുന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എന്റെ ക്രഷ് ഒരു ഓട്ടോക്കാരനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഓട്ടോക്കാരൻ ഇയാളാന്ന് വിചാരിച്ച് ഇയാളുടെ കൂടെ വന്നതാണെന്ന് പറയും. പിന്നെ ആ ചേച്ചി ഇവന്മാരുടെ കൂടെ വെള്ളടിച്ച് ഹൈ ആയിട്ട് ഒരു ഓസ്കാർ ലെവൽ പെർഫോമൻസ് അവിടെ കാണിക്കും. പിന്നെ മോർണിംഗ് ആകുമ്പോൾ ഇവന്മാരുടെ കൂടെ മറ്റേ പെണ്ണിനെ ആ കല്യാണം മുടക്കികളുടെ ഒരാൾ കാണും. എന്നിട്ട് അയാൾ ആ കല്യാണം മുടക്കികളുടെ ക്ലബ്ബിൽ പോയിട്ട് ഈ കാര്യം പറയാം. എന്നിട്ട് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് പടം വരയ്ക്കും. അങ്ങേര് നല്ല കഴിവില്ലാത്ത ആളെ കാരണം ആ പടം ആവില്ല വരച്ച് വരുമ്പോ. പിന്നെ ഇവന്മാരെ പഞ്ചായത്ത് മൊത്തം ആ പെണ്ണിനെ അന്വേഷിക്കും. എന്നിട്ട് ഒരു വീട്ടിൽ പോണ സമയത്ത് അവിടുത്തെ ഒരു പെണ്ണൊരു പ്രോ ലെവൽ ക്രിഞ്ച് കാണിക്കുന്നവർ കാണും. പിന്നെ മറ്റവന്മാര് ആ ചേച്ചീനെ വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ അവളുടെ കല്യാണം മുടങ്ങും. പിന്നെ അവിടെ വന്ന അടിയാവും. പിന്നെ ആ ഇടി സോൾവ് ചെയ്യാനായിട്ട് ഇലുമിനാണ്ടികളുടെ അമ്മ ഇടപെടും. ഒരു സിമ്പിൾ കാണുന്നുണ്ട് ഞങ്ങള് ഇലുമിനാട്ടി. എന്താണ് ഇതിന്റെ ഉദ്ദേശം? പറയില്ല മോനെ രാജു, പറ്റാത്ത കാര്യങ്ങൾ വിളിച്ച് പറയല്ലേ. പിന്നെ മറ്റേ ചേച്ചി അന്ന് ആ കല്യാണം സെറ്റാവാത്ത ചെക്കനെ കല്യാണം കഴിക്കാന്ന് പറയും. പിന്നെ ഇലുമിനാണ്ടികളുടെ അമ്മ ഇത് കാണുമ്പോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഇവർ കല്യാണം കഴിക്കും. അപ്പൊ ആ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർ ഇവരെ തല്ലാൻ വരും.
അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് ഒരാൾ വരും, ഒരു ബോംബിന്റെ സ്മെല്ലടിക്കും. അതെ ഗൈസ്, നമ്മുടെ ധ്യാൻ ചേട്ടൻ. ധ്യാൻ ചേട്ടാ, ദീപാവലിയൊക്കെ എങ്ങനെയുണ്ടായി? എല്ലാ ആഴ്ചയും ദീപാവലി ആഘോഷിക്കുന്ന എന്നോടാണോ ബാല? എന്നിട്ട് അവിടെ ഉള്ളവന്മാര് നമ്മുടെ ധ്യാൻ ചേട്ടനെ തോട്ട പൊട്ടിക്കുന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇതാണ് തോട്ട. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ ഇസ്രായേലിൽ നിന്ന് കടൽ കടന്നു വരുന്ന ലേറ്റസ്റ്റ് വെപ്പൺസ് മാറി മാറി ഉപയോഗിച്ച കൈയാണിത്. ആചാര വെടിമുഴക്കി അവന്റെ ശവാടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക്. സവാരി ഗിരിഗിരി. അങ്ങനെ ധ്യാൻ ചേട്ടൻ അവരെ രക്ഷിക്കും. അങ്ങനെ പടം കഴിഞ്ഞു.